അപ്പോൾ ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. യുകെയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട്. പുറത്ത് പോകുക മീൻസ് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലുമൊക്കെയാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു പണിയില്ലാതെ ഇന്ന് ഇരുന്നപ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ഗൂഗിളിൽ നോക്കിയൊരു പ്ലേസ് ഒക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ എല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ട്രാവലിങ്ങിന്. ഇവിടെ ബസ് കയറണമെങ്കിലും ട്രെയിൻ കയറണമെങ്കിലും എല്ലാവരും ഗൂഗിൾ മാപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാപ്പാണ് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും തരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞതുപോലെ തന്നെ ബസ്സിൽ കയറിയിട്ട് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴോ ഇതാണ് അവസ്ഥ. ചുറ്റും കാട്, ഫോറസ്റ്റ്, ലെഫ്റ്റും റൈറ്റും മുഴുകാട്. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കാൻ പോലും ഞങ്ങളവിടെ ഒരു മനുഷ്യനെയും കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗൂഗിൾ മാപ്പ് പറഞ്ഞതുപോലെ തന്നെ മുമ്പോട്ടങ്ങ് നടക്കാമെന്ന് വെച്ചു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. മുമ്പോട്ട് നടക്കുമ്പം വഴി തെറ്റും, തിരിഞ്ഞ് നടക്കും. പിന്നെയും മുമ്പോട്ട് നടക്കും, വഴി തെറ്റും, തിരിഞ്ഞ് നടക്കും. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നിടം വരെ ഞങ്ങളുടെ പരിപാടി. ഇക്ക ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നേരെ നടക്കും, ഞാൻ ഇക്കയുടെ പുറകിൽ ഇങ്ങനെ നടക്കും. അപ്പം ഇക്ക പറയും വഴി തെറ്റി, തിരിഞ്ഞ് നടക്കും. ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമേ അല്ല കേട്ടോ. കുറച്ച് നല്ല കയറ്റമുണ്ട്. നല്ല കയറ്റത്തോടെ തന്നെയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും എവിടെയെങ്കിലുമൊക്കെ ഒരു ടേണിങ് കാണും. അപ്പോൾ മാപ്പ് അവിടെ നിൽക്കും. എന്നിട്ട് മാപ്പ് പറയും ലെഫ്റ്റിലോട്ട് പോകാൻ. ലെഫ്റ്റിലോട്ട് കുറച്ച് നടന്നു കഴിയുമ്പോൾ മാപ്പ് പറയും വഴി തെറ്റി തിരിച്ചു പോകാമെന്ന്. മാപ്പിന് തന്നെ അറിയത്തില്ല സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇനി തിരിച്ച് നടക്കാനും വയ്യ, മുമ്പോട്ട് പോകാനും വയ്യ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു അമ്മച്ചിയെ കണ്ടത്. അവർ പെട്ടെന്ന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ലെഫ്റ്റിൽ കൂടെ കയറി വന്ന് ഓവർടേക്ക് ചെയ്ത് പോയതാണ്. പിന്നെ ഞങ്ങളങ്ങ് ഓർത്തു ഇനി മാപ്പ് ഓഫ് ചെയ്തിട്ട് ഇവരുടെ പുറകിൽ പോകാം, ഇവരെവിടാണോ പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാതെ ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് പിടിക്കാൻ തുടങ്ങി. അവരാണെങ്കിലും ഒടുക്കത്തെ സ്പീഡും. പിന്നെ ഓടിയാണ് നമ്മൾ അവിടെ പുറകിലെത്തിയത്. എനിക്ക് തോന്നുന്നു അവർ ജോഗിങ്ങിന് എങ്ങാണ്ട് പോവാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ അവരുടെ പുറകിൽ ഓടി വരുന്നു. നോക്കുമ്പോൾ പ്രൈവറ്റ് ഏരിയ ആണ്. ഇവിടെ മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ വരുമായിരിക്കും. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ചുറ്റും കാടാണ്. എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുമോ എന്ന് ഓർത്തിട്ടാണ് ഇക്ക അവിടെ നിന്ന് ഒരു ചുള്ളിക്കമ്പും പറിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ നടന്നത്. അപ്പോൾ ഈ കാടുകളൊക്കെ കയറി വന്നത് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണാനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഓർത്തു ഞങ്ങളുടെ വഴി തെറ്റി, ഇനിയിപ്പം ഒരു രക്ഷയില്ല, ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തല്ല എത്തിയത്, ആരോ പറഞ്ഞത് കേട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഈ കാട് മലയൊക്കെ കയറി നമ്മൾ എത്തിയത് ഇങ്ങനൊരു അടിപൊളി വ്യൂ കാണാനാണെന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാനായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായിരുന്നു. നമ്മൾ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവിടെ ആൾക്കാരൊക്കെ കാണാനൊക്കെ തുടങ്ങി. അവിടെ ഗോൾഫ് കളിക്കാനായിട്ടൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഫാമിലീസും അല്ലാതെ പ്രായമായവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ പോകുന്നത് ഡങ്സ്റ്റബിൾ ഡൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. എന്ന് പറയുമ്പോൾ ഒരു മലപ്രദേശമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഹൈ റേഞ്ച് ഏരിയാസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ആപ്പിൾ ട്രീസൊക്കെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ആപ്പിളൊന്നും ആ സമയത്ത് സീസൺ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ യെല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാറിലാണ് വരുന്നെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ സ്ഥലത്തോട്ട് തന്നെ എത്താം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇത് ഡങ്സ്റ്റബിൾ ഡൗൺസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല കാറ്റും നല്ല ഭംഗിയുമാണ്. നാട്ടിലെ പാഞ്ചാലിമേടും പരുന്തുംപാറയൊക്കെ പോയ ഒരു ഫീലായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.